ഇപ്പോ ഈ റാപ്പർ വേടനെ തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ലോക്കറ്റ് ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ ജ്വല്ലറി ഉടമയോട് ഉദ്യോഗസ്ഥർ ചോദിച്ചു. യഥാർത്ഥ പുലിപ്പല്ലാണെന്നറിഞ്ഞില്ല റോക്കറ്റ് കെട്ടി നൽകിയതെന്ന് ഉടമ പറയുന്നു. പൂമലയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടന്നു. ലെവിൻ കെ വിജയനോട്. ലെവിൻ, അങ്ങനെ തെളിവെടുപ്പെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എന്താണ് ജ്വല്ലറി ഉടമ നൽകുന്ന, ജ്വല്ലറി ജീവനക്കാർ നൽകുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 8 മണിയോടുകൂടിയാണ് വിയ്യൂരിലെ ഒരു ആഭരണ നിർമ്മാണശാലയിൽ വേടനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വനംവകുപ്പ് കോടനാട് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വേടനുമായി രാവിലെ തന്നെ ജ്വല്ലറിയിൽ എത്തിയത്. അതിന് പിന്നാലെ തന്നെ പൂമലയിലുള്ള ഈ വിയ്യൂരിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമാണ് പൂമലയിലെ വേടന്റെ വീട്ടിലുള്ളത്. അവിടെയും എത്തിച്ചിരുന്നു. ലോക്കറ്റ് നിർമ്മിച്ചത്, അതായത് പുലിപ്പല്ല് കൊണ്ടുള്ള ലോക്കറ്റിൽ വെള്ളി കെട്ടിയത് ഇവിടെയാണ് എന്നുള്ള വേടൻ ഉദ്യോഗസ്ഥരോട് നേരത്തെ മൊഴി നൽകിയിരുന്നു. അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനും വേണ്ടിയാണ് ഇവിടെ എത്തിയത്. വേടന്റെ സുഹൃത്താണ് നേരത്തെ ഈ പുലിപ്പല്ല് ഇവിടെ എത്തിച്ചതും വെള്ളി കെട്ടാൻ നിർദ്ദേശിച്ചതും. പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ വേടനും സുഹൃത്തും വന്ന് ഇത് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ജ്വല്ലറി ഉടമ പറഞ്ഞിരിക്കുന്നത്. ലോക്കറ്റ് ഇവിടെ ചെയ്തത് തന്നെയാണെന്നാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്നാണ് ജ്വല്ലറി ഉടമയായിട്ടുള്ള സന്തോഷ് പറഞ്ഞത്. അതിനുശേഷം അത് ഇവിടെ തന്നെ ആകാം ചെയ്തത് എന്നുള്ളൊരു നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതായാലും 10-15 മിനിറ്റോളം സമയമാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്.